ഒളിമ്പിക് മെഡൽ ആഴത്തിലുള്ള മുറിവായി അവശേഷിക്കുന്നുവെന്ന് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. തങ്ങളുടെ പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്നും ജന്മനാടായ ബലാലിയിൽ ഒരുക്കിയ സ്വീകരണത്തിൽ വിനേഷ് ഫോഗട്ട് പറഞ്ഞു. വിരമിക്കുമോ അതോ ഗുസ്തിയിൽ തുടരുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും വിനേഷ് ഫോഗട്ട് വ്യക്തമാക്കി. मैंने मतलब उसको सिखाया है या जो भी है, लेकिन मतलब मैं चाहती हूँ कि वो हर एक वो रिकॉर्ड हमारे गांव से वो टूटे और मेरी बहनों को आप सबका सपोर्ट चाहिए बस। तो आप सबका बहुत बहुत धन्यवाद। इतनी रात में आप सब लोग इतना सपोर्ट इतना प्यार दिखा रहे हैं। आपका कर्ज मैं नहीं चुका पाऊंगी, लेकिन मैं हमेशा पूरी ज़िंदगी जब तक मैं ज़िंदा रहूँगी कोशिश करूँगी कि आपका कर्ज हर एक उम्मीद हर एक आपका जो विश्वास है मैं उसको कभी ना तोड़ूं, हमेशा बरकरार रखूं। വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനീത വി ജി ഉണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ വലിയ സങ്കടവുമായി വന്ന വിനേഷ് ഫോഗട്ട് ആദ്യമേ അണപൊട്ടിയൊഴുകിയ ആ സങ്കടം നമ്മൾ കണ്ടു. അതിനുശേഷം ഈ ആരാധകരുടെ അല്ലെങ്കിൽ അവിടെ കൂടിയവരുടെ ആ ഒരു സ്നേഹവും ഒക്കെ ആത്മവിശ്വാസമായി ആ പെൺകുട്ടിയിൽ നിറയുന്നതാണ് നമ്മൾ പിന്നെ കണ്ടത്. ആ ആത്മവിശ്വാസം തന്നെ ആയിരിക്കാം ഇപ്പോൾ ഇതിൽ നിന്ന് പിന്മാറില്ല, ഗുസ്തിയിൽ നിന്ന് പിന്മാറില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് തോന്നുന്നു, അല്ലേ? വെരി ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഡൽഹിയിലെത്തിയ വിനേഷ് ഫോഗട്ടിന് വലിയ രീതിയിലുള്ളൊരു സ്വീകരണം തന്നെയാണ് ആരാധകർ ഒരുക്കിയിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ഒളിമ്പിക്സ് മെഡൽ കിട്ടുന്നത് പോലുള്ള വലിയ ഒരു സന്തോഷമാണ് തൻ്റെ ആരാധകർ തന്നെ ഇങ്ങനെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ തനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വിതുമ്പിക്കൊണ്ടാണ് വിനേഷ് ഫോഗട്ട് ഡൽഹിയിൽ നിന്ന് ഹരിയാനയിലേക്കൊക്കെ മടങ്ങിയത്. അവിടെ നിന്ന് വന്നൊരു പ്രതികരണമാണിത്. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിരമിക്കൽ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് അത് ഫേസ്ബുക്കിലൂടെ പുറത്തു വന്നിരുന്നത്. തുടർന്ന് വലിയൊരു വിഷമത്തിൽ തന്നെയായിരുന്നു വിനേഷിന്റെ ആരാധകർ. ഇപ്പോൾ അക്കാര്യത്തിൽ കുറച്ചുകൂടി ഒരു വിശദീകരണമാണ് വിനേഷ് ഫോഗട്ട് നൽകിയിരിക്കുന്നത്. ഒരു പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതകൾ കൂടിയാണ് ഇപ്പോൾ പുതുതായി വരുന്ന ആ പ്രതികരണത്തിൽ അവർ വ്യക്തമാക്കുന്നത്. ഈ ഒളിമ്പിക്സ് മെഡൽ അതൊരു വലിയ മുറിവാണ് തനിക്കെന്നവർ പറയുന്നുണ്ട്. അത് ഭേദമാകാൻ സമയമെടുക്കുമെന്നും വിനേഷ് ഫോഗട്ട് പറയുന്നുണ്ട്. പക്ഷെ അതേസമയം ഇപ്പോൾ വിരമിക്കുമോ അതോ ഈ ഒളിമ്പിക്സിൽ വന്നതിന് ശേഷം പിന്നീട് ഈ ഗുസ്തിയിൽ തുടരുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇപ്പോൾ തനിക്ക് അതിനെപ്പറ്റിയൊന്നും പറയാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയാണ് ഉള്ളതെന്ന് അവർ പറയുന്നു. പക്ഷെ അതേസമയം തന്റെ പോരാട്ടം തുടരുമെന്നും വിനേഷ് ഫോഗട്ട് പറയുകയാണ്. ഏതാണ്ട് ഒരു വർഷമായി താൻ ആ ഒരു പോരാട്ടത്തിലായിരുന്നു. ഇനിയും തന്റെ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് പറയുന്നത്. ഒരുപക്ഷെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആ ഒരു വിരമിക്കൽ തീരുമാനം അതിൽ നിന്ന് അവർ പിന്മാറുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയാണത്. വിനിത വിജയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വിനേഷ് ഫോഗട്ട് ഏതായാലും ഗുസ്തിയിൽ തന്നെ തുടരട്ടെ, കാരണം ഇനി തുടരുന്നില്ല എന്നുള്ളൊരു വാർത്ത വന്നത് നമ്മൾ വളരെ ഹൃദയവേദനയോടെയാണ് കേട്ടത്, അല്ലേ? മാത്രമല്ല ആ ഒരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചുറ്റുപാടുമുള്ളവർക്ക് നമ്മളിൽ എത്രത്തോളം പോസിറ്റീവ് എനർജി എത്രത്തോളം ആത്മവിശ്വാസവും നിറയ്ക്കാനാകും എന്നുള്ളതിന്റെ ഉദാഹരണം കൂടെയാണ്. നമ്മളുടെ ഓരോ വാക്കും പ്രവൃത്തിയും ഒക്കെ ഓരോരുത്തരെ തളർത്തുന്നതാകരുത്, അത് വളർത്തുന്നതാകണമെന്നതിന്റെ ആ ദൃശ്യങ്ങൾ വലിയ തെളിവാണ്.